Hi, my dear students. First of all, I welcome you to my online class. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഗ്രാമർ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട വോയിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. രണ്ട് രൂപത്തിലുള്ള വോയിസ് പ്രയോഗമാണുള്ളത്. ഒന്ന് ആക്റ്റീവ് വോയിസ്, മറ്റൊന്ന് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പല കുട്ടികൾക്കും ആക്റ്റീവ് വോയിസ് അതേപോലെ തന്നെ പാസീവ് വോയിസും ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരുപാട് സംശയങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ ഇത് വിവരിക്കുന്നത്. ആക്റ്റീവ് വോയിസ് അതേപോലെ തന്നെ പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കർത്തരി പ്രയോഗം, പാസീവ് വോയിസ് എന്ന് പറയുന്നത് കർമ്മരി പ്രയോഗം. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ആക്റ്റീവ് വോയിസ് നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന സെന്റൻസിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് കർമ്മം, അതായത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെന്റൻസിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ടെൻസുകൾ. ടെൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കിത് പഠിക്കാൻ കഴിയുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു 12 ടെൻസുകൾ. ആ 12 ടെൻസിലെ എല്ലാത്തിനും പാസീവ് വോയിസ് ഇല്ല എങ്കിലും കൂടുതൽ പാസീവ് വോയിസ് ഉള്ള സെന്റൻസുകൾ തന്നെയാണ്. അതിൽപ്പെട്ട ചില ഭാഗങ്ങൾ നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ എന്തിനാണ് ഈ പാസീവ് വോയിസ് പഠിക്കുന്നത്? പല കുട്ടികളും ഗ്രാമർ ഭാഗത്ത് വരുന്ന 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാസീവ് വോയിസ് പഠിക്കും. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പല ഭാഗത്തും പാസീവ് വോയിസിന്റെ പ്രയോഗം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരികയും ഒരുപാട് തെറ്റിലേക്ക് അല്ലെങ്കിൽ സെന്റൻസിന്റെ അർത്ഥം തന്നെ തെറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അത് ഇവിടെ ക്ലിയർ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഈ 2 സെന്റൻസുകൾ നമ്മൾ ചർച്ച ചെയ്താൽ മതി. ഹി ആസ്ക്ഡ്, ഇതിന്റെ അർത്ഥം അവൻ ചോദിച്ചു. അപ്പം ഹി വാസ് ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല കുട്ടികളും വാസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആയിരുന്നു എന്ന ഒരു അർത്ഥമുണ്ട്. എന്നാൽ പാസീവ് വോയിസിന്റെ പ്രയോഗമാണ് ഇത് എന്ന് പല കുട്ടികളും അറിയാതെ പോകുന്നു. കാരണം ഇതിൽ നമ്മൾ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ചില കുട്ടികളെ ചിന്താഗതി പ്രകാരം പാസീവ് ഉണ്ടെങ്കിൽ ബൈ വേണം എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം അവൻ ചോദിച്ചു എന്നാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം അവനോട് ചോദിച്ചു എന്നാണ്. അവനോട് ചോദിച്ചു. അപ്പം അവനോട് എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റ് ആണ്, ഇത് യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് ആണ്. അപ്പം ആക്റ്റീവ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്നതാണ്, പാസീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അടുത്ത എക്സാമ്പിൾ, ഹി കിൽഡ് എ സ്നേക്ക്, അവൻ ഒരു പാമ്പിനെ കൊന്നു. അവൻ ഒരു പാമ്പിനെ കൊന്ന ആളായ അവനാണ്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇവിടെയുള്ള ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് മാറ്റുന്നു. എ സ്നേക്ക് വാസ് കിൽഡ് ബൈ ഹിം. ഇതിന്റെ അർത്ഥം 2 രൂപത്തിൽ നമുക്ക് നോക്കാം. ഒരു പാമ്പ് അവനാൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പാമ്പിനെ അവൻ കൊന്നു. ഒരു പാമ്പിനെ അവൻ കൊന്നു. അപ്പൊ ഒരു പാമ്പ് അവനാൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ നിത്യ സംസാരത്തിൽ, നമ്മൾ ഡെയിലി ടോക്കിൽ, യൂഷ്വൽ ടോക്കിലൊന്നും ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ഒരു പാമ്പ് അവനാൽ കൊല്ലപ്പെട്ടു എന്നത്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതൊരു ടഫായി വരുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കാം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ രീതിയാണ്, ഈ സ്ട്രക്ചറിലാണ് ആക്റ്റീവ് വോയിസ് ഉണ്ടാവുന്നത്.
ആക്റ്റീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും സബ്ജക്റ്റ് ആദ്യം വരും. അതാണ് ഇവിടെ സബ്ജക്റ്റ് ആണ്. പിന്നെ വെർബ് വരണം. എന്താണ് വെർബ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താണോ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി അതാണ് വെർബ്. പിന്നെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസീവർ ഓഫ് ആൻ ആക്ഷൻ എന്നാണ്. ഈ പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തി സ്വീകരിക്കുന്ന ആൾ, അതാണ് പ്രധാനമായിട്ടും ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ആദ്യത്തിലേക്ക് വരികയും, ഇതിന്റെ രീതി ഇങ്ങനെയാണ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഈ സബ്ജക്റ്റ് അങ്ങോട്ട് പോകും. ഒബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് ആവുമ്പോൾ ഫസ്റ്റിലേക്ക് വരും, സബ്ജക്റ്റ് ലാസ്റ്റിലേക്ക് വരും. അതിന്റെ മുമ്പായിട്ട് ബൈ ചേർക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, ഇതിൽ V3 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. V3 എന്ന് പറയുന്നത് വെർബിന്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആണ് എല്ലാ പാസീവ് വോയിസിലും ഉപയോഗിക്കുക. വേറെ ഒരു വെർബും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വെർബ് ഫോം, ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നിങ്ങനെ പഠിക്കും. അതിലുള്ള തേർഡ് ഫോമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ പ്രധാനപ്പെട്ട എല്ലാ പാസീവ് വോയിസിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. സാധാരണ ആക്റ്റീവ് വോയിസിൽ ഓക്സിലറി വെർബ് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും ഈ രണ്ട് സെന്റൻസിന്റെയും പോസിറ്റീവ് ഫോമുകൾ ഏതുപോലെ ഹി ആസ്ക്ഡ് പോലെ അല്ലെങ്കിൽ ഹി ആസ്ക്സ് പോലെ, ഇതിനൊന്നും ഇതിന്റെ മുമ്പ് ഓക്സിലറി വെർബ് വരണം എന്ന് ഇല്ല, വരില്ല. അപ്പൊ ഇതിന്റെ നെഗറ്റീവിലൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും പോസിറ്റീവിൽ ഉണ്ടാവുകയില്ല. എന്നാൽ പാസീവ് വോയിസിൽ ഈ ഓക്സിലറി വെർബ് ഇവിടെ നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഈ രൂപവ്യത്യാസങ്ങൾ, അതായത് അർത്ഥം മാറുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഒരിക്കലും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസും അതേപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും തമ്മിൽ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് റിപ്പോർട്ട് സ്പീച്ചിൽ ടെൻസുകൾ മാറും, ഒരു ടെൻസ് മറ്റൊരു ടെൻസിലേക്ക് മാറും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസീവ് വോയിസും ആക്റ്റീവ് വോയിസിലും ടെൻസുകൾ, അതായത് സിമ്പിൾ പ്രസന്റിന്റെ ആക്റ്റീവ് വോയിസ് തീർച്ചയായിട്ടും സിമ്പിൾ പ്രസന്റിൽ തന്നെയാണ് പാസീവ് വോയിസും ഉണ്ടാവുക, ടെൻസ് മാറുകയില്ല. അതിൽ സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റിന്റെയും സ്ഥാനങ്ങൾ തമ്മിൽ മാറുകയാണ്. എന്തിനാണ് സ്ഥാനങ്ങൾ തമ്മിൽ മാറുന്നത്? പ്രാധാന്യം അറിയിക്കുന്നതിന് വേണ്ടി. നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും 3 ടെൻസിന്റെ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഈ 3 ടെൻസുകളുടെ പാസീവ് വോയിസ് ആണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ 3 ടെൻസിലാണ് കൂടുതൽ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പാറ്റേൺ ആണ്. ആ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരികയും ഈ സബ്ജക്റ്റ് അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഈ ബൈ പ്ലസ് സബ്ജക്റ്റ്, ഈ ഭാഗം ഒരു സെന്റൻസിലും നിർബന്ധമില്ല. പല ടെക്സ്റ്റ് ബുക്കിലെ എസ്സേയിലും പോസ്റ്റിലും ഒക്കെ ബൈ ഇല്ലാതെ ഒരുപാട് ഭാഗത്ത് കാണും. അപ്പൊ ഇത് പാസീവ് അല്ല എന്ന് ചിന്തിക്കരുത്. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കണം. നമുക്കറിയാം, he writes a letter. He writes a letter. അവൻ ഒരു കത്ത് എഴുതുന്നു. അവൻ ഒരു കത്ത് എഴുതുന്നു. അപ്പൊ ഇതില് സബ്ജക്റ്റ് വരുന്നുണ്ട്, വെർബ് വരുന്നുണ്ട്, ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പാറ്റേൺ, അതായത് ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ
എ ലെറ്റർ. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വേണം. അപ്പൊ നമുക്ക് ചെയ്യാം എ ലെറ്റർ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഇവിടെ നമ്മൾ ഡാഷ് എന്ന് അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞു അവിടെ ഓക്സിലറി വെർബാണ് എന്ന്. അപ്പൊ ആ ഓക്സിലറി വെർബ് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആ ഓക്സിലറി എന്ന് പറയുന്നത് ഈസോ ആമോ ആറോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് V3 ചേർക്കേണ്ടത്. ഇതാണ് ഈ പാസീവ് വോയിസ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈസ് ആമ് ആറ് പ്ലസ് V3 ആണ് വരിക. ഇവിടെ ഈ ഡാഷ് ഇടണമെങ്കിൽ ഇവിടെ ഈസോ ആമോ ആറോ സെന്റൻസിന്റെ സബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ പല കുട്ടികളും ഈസ് വന്നാലും ആം വന്നാലും ആറ് വന്നാലും ഒന്നുകിൽ അത് മെയിൻ വെർബ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കൂടെ ING വേണം എന്നൊരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിച്ചു വെച്ചിറങ്ങി മനസ്സിൽ വെക്കുന്ന ആളുകളുണ്ട്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസിന്റെ രീതി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ഇത് ജനറൽ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് പ്ലസ് ഏതാണ് ഓക്സിലറി വെർബ് അത് V3 ബൈ വരണം, പിന്നെ സബ്ജക്റ്റ് വരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ജനറൽ ഈ പാറ്റേണിൽ ഉള്ള സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എങ്കിൽ ഓക്സിലറി വെർബ് തീർച്ചയായിട്ടും ഈസ് എന്നോ ആം എന്നോ ആർ എന്നോ അല്ലെങ്കിൽ V3 എന്നോ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു എ ലെറ്റർ ഇങ്ങോട്ട് വന്നു. ഇനി വേണമെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ മാറ്റിയെടുക്കാം, ഹീനെ ഇങ്ങോട്ട് പോകാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ സെന്റൻസിന്റെ ഇത് സബ്ജക്റ്റ് പൊസിഷൻ ആയതുകൊണ്ടാണ് ഹീ വരിക. അതിന് ആ ഹീയുടെ ഒബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഹിമ്മാണ്. അത് അറിയുമെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് പൊസിഷനിലാണെങ്കിൽ ഒരാള് ഹി ആണെങ്കിൽ അത് ഹിമ്മാവും, ഷീ ആണെങ്കിൽ ഹറാവും, ദേ ആണെങ്കിൽ ദമ്മാവും, ഐ ആണെങ്കിൽ മീ ആവും, വി ആണെങ്കിൽ അസ്സാവും. അപ്പം സബ്ജക്റ്റ് ഇവയാണെങ്കിൽ ഇങ്ങോട്ടും, എന്നാൽ ഒബ്ജക്റ്റ് ഇങ്ങോട്ടും സെന്റൻസിനനുസരിച്ച് മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എ ലെറ്റർ ഇങ്ങോട്ട് വന്നു, ഹി ഒബ്ജക്റ്റ് പൊസിഷനിലേക്ക് പോയത് കൊണ്ട് ലാസ്റ്റിലേക്ക് പോയത് കൊണ്ട് അത് ഹി എന്ന് ഇവിടെ എഴുതാൻ പാടില്ല, അതുകൊണ്ട് ഹിം എഴുതണം. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് സബ്ജക്റ്റ് പൊസിഷനില്, ഇത് ഒബ്ജക്റ്റ് പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ മുമ്പ് ബൈ വേണം, നമ്മൾ പഠിച്ചു ഒബ്ജക്റ്റ്. അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആയി, ഇവിടെ ബൈ ആയി, സബ്ജക്റ്റ് ആയി. പിന്നെ ഇവിടെ വരുന്നത് ഈസ് ആമ് ആർ പ്ലസ് V3. ഇവിടെ സബ്ജക്റ്റ് എ ലെറ്റർ എന്നാണ്. എ ലെറ്റർ അത് ഒന്നാണ്, അതുകൊണ്ട് ഈസ്. പിന്നെ V3 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. എ ലെറ്റർ ഈസ് റിട്ടൺ. അപ്പൊ ഇവിടെ ചില കുട്ടികള് ഈസ് വന്നാൽ ING വേണമെന്ന് പറയും. അതുപോലെ തന്നെ മറ്റു അർത്ഥങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? കത്ത് അവനാൽ എഴുതപ്പെടുന്നു. അങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലല്ലോ. സാധാരണ നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കത്ത് അവനാൽ എഴുതപ്പെടുന്നു എന്നൊന്നും നാം പറയാറില്ല. അതുകൊണ്ട് തന്നെ കത്ത് അവൻ എഴുതുന്നു എന്ന് പറഞ്ഞാലും ഈ സെന്റൻസിന്റെ അർത്ഥം തന്നെയാണ്. കത്ത് അവൻ എഴുതുന്നു. ഇവിടെ അവൻ കത്ത് എഴുതുന്നു, ഇവിടെ കത്ത് അവൻ എഴുതുന്നു. ഇവിടെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇവിടെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. എ സ്നേക്ക്, ഇത് ഇങ്ങോട്ട് വരിക. അപ്പൊ എ സ്നേക്ക്. അത് കഴിഞ്ഞാൽ ഓക്സിലറി വേണം. അത് ഈസോ ആമോ ആറോ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈസ്. പിന്നെ V3 വേണം. കിൽസ് എന്നാണ്. അപ്പൊ കില്ലിൻ്റെത് V3 വെർബിന്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് കില്ല്. ബൈ ടോണി, ബൈ ടോണി. അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻ നോക്കുക.
ഒബ്ജക്റ്റ് വന്നു, ഓക്സിലറി വെർബ് വന്നു, V3 വന്നു, by വന്നു, പ്ലസ് സബ്ജക്റ്റ് വന്നു. ഈ സെന്റൻസ് പ്രകാരം ഇത് തന്നെയാണ് സബ്ജക്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി വരും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കുക, മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു സെന്റൻസ് ബൈ എ കാർ. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒബ്ജക്റ്റ് വരും എ കാർ, ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈസ്. ബൈ, ബൈയുടെ V3, ബൈ ബോട്ട്, 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 എ കാർ ഈസ് ബോട്ട് ബൈ ദം. അപ്പം ഇവിടെ നമ്മൾ എല്ലാത്തിനും ബൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അഥവാ ഒരു ബൈ ഇല്ലാത്ത സെന്റൻസ് വരികയാണെങ്കിൽ, ബൈ ഇല്ലാതെ ഒരു സെന്റൻസ് വന്നാൽ, ഉദാഹരണമായിട്ട് ഇവിടെ ഒരാള് ഒരു സെന്റൻസിൽ ഇങ്ങനെ പറയുന്നില്ല എന്ന് സങ്കല്പിക്കാം, എ കാർ ഈസ് ബോട്ട്. അപ്പൊ ഇത് ഇങ്ങനെ വന്നാൽ ഒരിക്കലും ഇത് പാസീവ് അല്ല എന്ന് പറയുന്നു. കാരണം ഈ ഭാഗം ബൈ പ്ലസ് സബ്ജക്റ്റിന്റെ ഭാഗം ഇല്ലാതെ നമ്മൾ സെന്റൻസ് പറയാറുണ്ട്, നിർബന്ധമില്ല. അപ്പം ഒബ്ജക്റ്റ് വന്നിട്ട് ഈസോ, ആമോ, ആറോ, അതുപോലെ തന്നെ V3 വന്നു. ഒരു കാറ് വാങ്ങുന്നു, ഇങ്ങനെയായിരിക്കും ഇതിന്റെ അർത്ഥം. ഒരു കാറ് വാങ്ങുന്നു എന്നൊരർത്ഥമായിരിക്കും ഇതിന് കിട്ടുക. അതായത് ആരാണ് വാങ്ങിയത് എന്ന് നമ്മൾ പറയുന്നില്ല, ബൈ സംബഡിയാണ്, ആരോ ഒരാൾ എന്നുള്ളതാണ് കാറ് വാങ്ങുന്നു. ഇങ്ങനെ വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പാസീവ് തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോവാം, സിമ്പിൾ പാസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറുകയില്ല. എന്നാൽ ഇവിടെ ഒരു ഓക്സിലറി വെർബ്, എല്ലാത്തിലും ഒരേ നിയമമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാസ് എന്നോ വേറെ എന്നോ വന്നതിന് ശേഷം V3 വരും. അതാണ് ഇവിടെ വാസ് എന്നോ വേറെ എന്നോ ചേർക്കണം. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റിലും ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈ വാസ്വേറിന്റെ സ്ഥാനത്ത് ഈസ് എന്നോ ആണെന്നോ ആറ് എന്നോ ആകും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. They wrote a letter. അവർ ഒരു കത്തെഴുതി. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ എ ലെറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റിലേക്ക് വരിക. എ ലെറ്റർ, ഇതാണ് ഒബ്ജക്റ്റ്. പിന്നീട് എ ലെറ്റർ എന്ന് പറയുന്നത് ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വെർബ് ആണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എ ലെറ്റർ. പിന്നീട് വാസ് വേറാണ് ചേർക്കേണ്ടത്. അതായത് ഇവിടെ ഡാഷ് ഉള്ള സ്ഥലത്ത് ഇതിൽപ്പെട്ട വാസ് അല്ലെങ്കിൽ വേർ. അങ്ങനെയാണെങ്കിൽ എ ലെറ്റർ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വാസ്. പിന്നീട് റോട്ട് എന്നാണ്. റോട്ടിന്റെ V3 നമുക്കറിയാം, റൈറ്റ്, റോട്ട്, റിട്ടൺ. ബൈ ദം. A letter was written by them. Object ആയി, auxiliary verb ആയി, V3 ആയി, by ആയി, then subject ആയി. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വാസ്. then played, played, V3 ആണ്. then by രാജു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടീച്ചർ ബോട്ട് ബുക്സ്. ഇതാണ് ഒബ്ജക്റ്റ്. ബുക്സ് കൊണ്ട് നമുക്ക് തുടങ്ങാം, ബുക്സ്. then ബുക്സ് ആയതുകൊണ്ട് വാസ് വരാൻ കഴിയില്ല, പ്ലൂറലാണ്, അതുകൊണ്ട് വേർ. then ബോട്ടിന്റെ V3 ബോട്ട് തന്നെയാണ്. then by teacher. Books were bought by teacher. Teacher bought books. ഇത് ആക്റ്റീവ് വോയിസ് ആണ്, ഇത് ആക്റ്റീവ് വോയിസ് ആണ്.
ഇത് പാസീവ് വോയിസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അർത്ഥത്തിലാണ്. അവർ ഒരു കത്ത് എഴുതി. A letter was written by them. അവരാൽ ഒരു കത്ത് എഴുതപ്പെട്ടു എന്നാണ് ചില ആളുകൾ അർത്ഥം മനസ്സിലാക്കിയത്. അത് ശരി തന്നെ. എന്നിരുന്നാലും സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ പഠിക്കുക. ഒരു കത്ത് അവൻ എഴുതി, അങ്ങനെ പഠിക്കുക. ഒരു കത്ത് അവൻ എഴുതി. രാജു പ്ലേഡ് ക്രിക്കറ്റ്. രാജു ക്രിക്കറ്റ് കളിച്ചു. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ രാജു. ക്രിക്കറ്റ് രാജു കളിച്ചു. ടീച്ചർ ബോട്ട് ബുക്സ്. ടീച്ചർ ബുക്സ് വാങ്ങി. എന്നാൽ ഇവിടെ ബുക്സ് ടീച്ചർ വാങ്ങി. ഇവിടെ ടീച്ചർ ബുക്സ് വാങ്ങി, ഇവിടെ ബുക്സ് ടീച്ചർ വാങ്ങി. യഥാർത്ഥത്തിൽ അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, ശൈലിയിൽ മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് രൂപത്തിലുള്ള പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഒന്ന് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രയോഗം, മറ്റൊന്ന് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രയോഗം. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും അതിലില്ല. പഠിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി അവരാൽ ഒരു കത്ത് എഴുതപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിക്കും. പഠിക്കുന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പല ആളുകളും അബദ്ധത്തിലേക്ക് എത്താറുണ്ട്. ഇനി അതല്ല, ഈ സെന്റൻസിൽ മുഴുവൻ ഈ ഭാഗമൊന്നും ഇല്ല. സോ ഈ ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇതൊന്നുമില്ല. നമ്മളൊരു സെന്റൻസ് കാണുകയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇങ്ങനെ കാണും. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, അതായത് ഒരു ആക്റ്റീവ് വോയിസ് തന്നതിന് ശേഷം പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അധിക കുട്ടികളും മാറ്റും. അതായത് ഈ രൂപം, ഈ നിയമങ്ങളൊക്കെ പല ആൾക്കും അറിയാം. പക്ഷെ ഒരു സെന്റൻസിൽ ആകെ ഒന്നും ആക്റ്റീവ് എന്നോ പാസീവ് ഒന്നും പറയാതെ നേരെ ഒരു സെന്റൻസും കാണണം, ഇങ്ങനെ ആവുമ്പോൾ പല ആൾക്കും കൺഫ്യൂഷൻ. ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ചില ആൾക്ക് ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. കത്ത് എഴുതി. ഓക്കെ, കത്ത് എഴുതി. ആര് അറിയില്ല, കത്ത് പിടിച്ചു. അതേപോലെയുള്ള സെൻസ് ആരെടുത്തു നമ്മൾ ചോദിക്കണം. പിന്നെ അപ്പം കത്ത് പിടിച്ചു, ആരാ പിടിച്ചത്, ആരെന്നാ പിടിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ കത്ത് പിടിച്ചു, കത്ത് എഴുതി. ക്രിക്കറ്റ് വാസ് പ്ലേഡ്, ക്രിക്കറ്റ് കളിച്ചു. ബുക്സ് വേർ ബോട്ട്, ബുക്ക് വാങ്ങി. ദ ഗ്ലാസ് ഓഫ് ദ വിൻഡോ വാസ് ബ്രോക്കൺ, ജനാലയുടെ ചില്ല് പൊട്ടി. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്, ഇപ്പം APJ അബ്ദുൽ കലാം വാസ് ബോൺ. APJ അബ്ദുൽ കലാം വാസ് ബോൺ, ജനിച്ചു. ഇവിടെയൊക്കെ പാസീവ് വോയിസ് ആണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാ പ്രൊഫൈലിലും കാണുന്നതാണ് APJ വാസ് ബോൺ അല്ലെങ്കിൽ ഐ വാസ് ബോൺ. ഇതും പാസീവ് വോയിസിലെ പ്രയോഗമാണ്. ഇത് പാസീവ് വോയിസിലെ പ്രയോഗമാണ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ, he will write a letter. He will write a letter. അവൻ കത്ത് എഴുതും, വരാൻ പോകുന്ന കാര്യം. I will buy a car. ഞാൻ കാർ വാങ്ങും. They will play cricket. അവർ ക്രിക്കറ്റ് കളിക്കും. എല്ലാം വരാൻ പോകുന്ന കാര്യം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം സബ്ജക്റ്റ് ഉണ്ട്, അതായത് സബ്ജക്റ്റ് ഉണ്ട് he, പിന്നെ ഓക്സിലറി വെർബ് ഉണ്ട് will, പിന്നെ മെയിൻ വെർബ് ഉണ്ട്, പിന്നീട് ഒബ്ജക്റ്റും. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാസീവ് വോയിസ് നമ്മള് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ഓക്സിലറി ഇല്ലായിരുന്നു,
അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ്. അപ്പൊ ഇത് എങ്ങനെ മാറ്റാം? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, വില്ല് ഉണ്ടോ അല്ലെങ്കിൽ ഷാള് ഉണ്ടെങ്കിൽ അത് എഴുതുക, പ്ലസ് ബി ചേർക്കണം, പ്ലസ് V3 ചേർക്കണം. ഇതാണ് അതിന്റെ രീതി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പാസീവ് വോയിസ് ഏതൊന്നാണെങ്കിലും ഒബ്ജക്റ്റ് ഇവിടെ ഓക്സിലറി വെർബ് ആണ്, പ്ലസ് V3 ആണ്, Y ആണ്, സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെയുള്ള എ ലെറ്റർ ഇങ്ങോട്ട് വരുന്നു, എ ലെറ്റർ. ഇനി വില്ല് നമ്മൾ ഓൾറെഡി പഠിച്ചു, വില്ലാണ്. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി. ആ ബി ഇവിടെ ചേർക്കുന്നു, റൈറ്റിന്റെ V3 റിട്ടൺ. റിട്ടൺ ബൈ ഹിം. ബൈ ഹിം. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹിം. ഇവിടെ ഒബ്ജക്റ്റ് വന്നു, വില്ല് ഓർ ബി, വിൽ ബി ഓക്സിലറി വെർബ് വന്നു, then V3 വന്നു, then by വന്നു, then V വന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി എ കാർ വിൽ ബി bought by me. I പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ മീ ആവും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സബ്ജക്ട് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, ഒബ്ജക്ട് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വേണ്ട മാറ്റങ്ങൾ നിർബന്ധമാണ്. They will play cricket. ക്രിക്കറ്റ് വില്ലിനെ എടുക്കാം, വിൽ. then ബി വേണം, then play വരുമ്പോ അതിന്റെ V3 പ്ലേഡ്, then by them. ഇതിന്റെയും അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക. A letter will be written by him. ഒരു കത്ത് അവൻ എഴുതും. അവനാൽ എഴുതപ്പെടുമെന്നും പറയാം, അവൻ എഴുതുമെന്നും പറയാം. സാധാരണ നമ്മൾ അവൻ എഴുതും എന്നുള്ളതാണ്. ഒരു കാറ് ഞാൻ വാങ്ങും, ഒരു കാറ് ഞാൻ വാങ്ങും, ഞാൻ ഒരു കാറ് വാങ്ങും എന്നാണ് ഇത്. ഇതാകുമ്പോ ഒരു കാറ് ഞാൻ വാങ്ങും, ഒരു കാറ് എന്നാൽ വാങ്ങപ്പെടും എന്നും പറയാം. അതും ശരി തന്നെ, പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. They will play cricket. അവർ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ them. ക്രിക്കറ്റ് അവരാൽ കളിക്കപ്പെടും, അല്ലെങ്കിൽ ക്രിക്കറ്റ് അവർ കളിക്കും. അവർ ക്രിക്കറ്റ് കളിക്കും, ക്രിക്കറ്റ് അവർ കളിക്കും. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇവയാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ഇതിന്റെ അർത്ഥങ്ങളും ഇതിന്റെ യൂസേജുകളും. ബൈ പ്ലസ് സബ്ജക്റ്റ് അവസാനം വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പാസീവ് വോയിസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഓക്സിലറി വെർബ് ഉള്ളതാണെങ്കിൽ അത് ഇവിടെ വരും. പാസീവ് വോയിസ് ഒബ്ജക്റ്റ് ആദ്യം വരും. ഒബ്ജക്റ്റ് എന്നല്ല പറയാ, ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് സബ്ജക്റ്റ് ആയി വരും എന്നുള്ളതാണ്. ഈ സബ്ജക്റ്റ് ഇങ്ങോട്ട് ഒബ്ജക്റ്റ് ആയി മാറും എന്നുള്ളതും ആണ്. സബ്ജക്റ്റ് ഏതാ ഓക്സിലറി വെർബ് വെച്ചാൽ അത്, പിന്നെ V3 പ്രത്യേകം ശ്രദ്ധിക്കുക, V3 ആയിരിക്കും, പിന്നെ ബൈ ആയിരിക്കും, പിന്നെ സബ്ജക്റ്റ് ആയിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻസ് മാറിയില്ല. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കും. ഇതോടുകൂടെ ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള പാസീവ് വോയിസിലെ ഭാഗം, ബാക്കിയുള്ള ടെൻസ് പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.